സമയമില്ല, എനിക്കൊരുപാട് ജോലിയാണ്. ഈ തിരക്കൊക്കെ കഴിഞ്ഞ് റിട്ടയർ ആയിട്ട് വേണം എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോകാൻ. നിൻ്റെയൊക്കെ കൂടെ എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ എനിക്ക് സമയമില്ല. ഇങ്ങനെ പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾ ചുറ്റുമില്ലേ? എനിക്കും ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് ഇത് പറഞ്ഞിരുന്നു. ഒരു 5-6 മാസം മുമ്പേ അത് റിട്ടയർ ചെയ്ത്, അതായത് എൻ്റെ സുഹൃത്ത് വിളിച്ചതാണ്, റിട്ടയർ ആയില്ലേ, ഇനി നമുക്ക് ഒരുപാട് യാത്ര ചെയ്തുകൂടെ? ഇല്ല, എനിക്ക് അതിൻ്റെ സെറ്റിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ തുക എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ബാക്കി വെച്ച പൈസ വെച്ചിട്ട് എനിക്ക് ഒന്ന് ഈ ഇന്ത്യ മുഴുവൻ കാണണം, ഇന്ത്യക്ക് വെളിയിൽ പോകണം, നിങ്ങളുടെ കൂടെയൊക്കെ എനിക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞു. ഒരു ദിവസം രാവിലെ എനിക്ക് ആകസ്മികമായിട്ടൊരു കോള് വരികയാണ്. ആ മനുഷ്യൻ ഈ ലോകം വിട്ടു പോയി എന്ന് പറഞ്ഞ കോള് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ചിന്തിക്കുകയാണ്, ആ മനുഷ്യൻ ആർക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചത്? ആ മനുഷ്യൻ ഉണ്ടാക്കിയൊരു സമ്പാദ്യം ആരാണ് ഉപയോഗിക്കുന്നത്? ഇനി അവരുടെ മക്കളോ ഭാര്യയും കുടുംബമൊക്കെ ഉപയോഗിക്കും, ഇല്ല എന്നല്ല. പക്ഷേ അദ്ദേഹം ജീവിതത്തിൽ എന്ത് നേടി? ഇപ്പോൾ ഈ കൊറോണ സമയത്ത് വന്നു, കൊറോണ തുടച്ചു നീക്കി കൊണ്ടുപോയില്ലേ ഒരുപാട് ആൾക്കാർ. അതിനുശേഷം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, ജീവിതം ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ജീവിതം ആസ്വദിക്കണം. ശരിക്കും ജീവിതം നമ്മൾ ആസ്വദിച്ചിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുകയല്ലേ? ആയിരിക്കാം, മക്കൾക്ക് വേണ്ടിയായിരിക്കാം, ഇല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയായിരിക്കാം, ഇല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയായിരിക്കാം, ഇല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ട് പോയതിനു ശേഷം മക്കൾക്ക് വേണ്ടി ഒരുപാട് കാലം ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഈ മക്കളൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? തിരിഞ്ഞു നോക്കും, അവരവരുടെ കുടുംബവും കാര്യങ്ങളായി ചിലപ്പോൾ ഓസ്ട്രേലിയയോ സിംഗപ്പൂരൊക്കെ പോയി സെറ്റിൽ ചെയ്യും. ഒന്ന് തിരിഞ്ഞു നോക്കും, നമുക്ക് എന്താണ് ബാക്കിയുള്ളത്? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലെയല്ലേ ജീവിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിച്ച് മരിച്ചു പോകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതായത് സോളോ ട്രിപ്പുകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ അടുത്തുള്ള സുഹൃത്തുക്കളെ കൂട്ടി ട്രിപ്പ് നടത്താറുണ്ട്. എൻ്റെ കൊലീഗ്സായിട്ടുള്ള ഓഫീസേഴ്സ് അവരുടെ കൂടെ ട്രിപ്പ് നടത്താറുണ്ട്. ഞാൻ ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ട്രിപ്പ് നടത്താറുണ്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഞാൻ ട്രിപ്പ് നടത്താറുണ്ട്. ഞാൻ ഒരു യാത്രാ പ്രിയനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ടും അല്ലാതെയും ഒക്കെ ഞാൻ യാത്ര ചെയ്യാറുണ്ട്. യാത്ര ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, അവർ ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷേ എനിക്ക് ഈ നാട് മുഴുവൻ കാണണമെന്നും ലോകം മുഴുവൻ പറ്റുന്നിടത്തോളം പോയി കാണണമെന്നും നമ്മൾ ഈ ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കാൻ പറ്റണമെന്നും. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ ഈ പ്രായമുള്ള ആൾക്കാരെയൊക്കെ ചേർത്തിട്ട് ഈ തീർത്ഥാടന ട്രിപ്പുകളൊക്കെ നടത്തി പരിചയമുണ്ട്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും അവർ ബസ്സിൽ നിന്ന് അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് അവർ ഇറങ്ങാൻ പറ്റുന്നില്ല. അവർ പറയുന്നു, ഞാൻ ഇവിടെ ഇരുന്നോളാം മോനെ, നിങ്ങൾ അവരൊക്കെ ആ സ്ഥലമെല്ലാം കാണിച്ചിട്ട് വരൂ, നമുക്ക് ഈ കുന്ന് കയറാൻ പറ്റുന്നില്ല, ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല, ആ അമ്പലത്തേക്ക് പോകാൻ പറ്റില്ല, കയറാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞ അനുഭവമുണ്ട്. വരാൻ ആഗ്രഹമുണ്ട്, അവർ വന്നു, പക്ഷെ വന്നിട്ട് അതിന് തൊട്ട് താഴെ എത്തിയിട്ട് പോലും അങ്ങോട്ട് കയറാൻ പറ്റുന്ന അവസ്ഥ. ഇപ്പം ദൈവം സഹായിച്ചിട്ട് എനിക്ക് ആരോഗ്യമുണ്ട്, അവിടെയൊക്കെ കയറി ചെല്ലാനും കാണാനും പറ്റും. ഈ അവസരത്തിൽ ഞാനത് ചെയ്തിട്ടില്ല എങ്കിൽ നാളെ എനിക്ക് എന്തെങ്കിലും അസുഖം വന്ന് പ്രശ്നങ്ങൾ വന്ന് ബുദ്ധിമുട്ടി കഴിയുമ്പോൾ എനിക്ക് പോകാൻ പറ്റുമോ? അതുകൊണ്ട് ഒരുപാട് പണം സൂക്ഷിച്ച് വെക്കുന്നതിന് പകരം ഉള്ള പണം എന്നിട്ട് കടം മേടിച്ചിട്ടും EMI അടച്ചിട്ടും യാത്ര ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ഉപദേശിച്ചില്ല. പക്ഷേ നമ്മൾക്ക് കിട്ടുന്ന ഈ അവസരം, ഈ ജഗദീശ്വരൻ നമുക്ക് തന്ന ഈ ആരോഗ്യവും ആയുസ്സും ഉള്ളിടത്തോളം കാലം നമ്മളുടെ ആഗ്രഹിക്കുന്ന ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്യുകയും ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുകയും ഇഷ്ടത്തിനനുസരിച്ചുള്ള പാനീയങ്ങൾ കുടിക്കുകയും ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതം ആസ്വദിക്കുകയും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാണുകയും ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ എഴുന്നേൽക്കുകയും നടക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന
ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകണം, മാറ്റം വരുത്തി കാണിക്കണം. ഇങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയിലെ ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമേ ജീവിതത്തിൽ ആ നല്ല അവസരങ്ങളൊക്കെ ഉണ്ടാവും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മരിക്കണം, അത് നല്ലത് തന്നെ. പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പലതിനും മരിച്ചിട്ട്, അച്ഛനും അമ്മയൊക്കെ മരിച്ച് വീട്ടിലേക്ക് നമ്മൾ പോയിട്ട് 2, 3, 4 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് അവിടെ പോകുന്ന സമയത്ത് ശരിക്കും ആ വീട്ടിൽ മരിച്ചതിൻ്റെ ഒരു ഒരു ലാഞ്ചന പോലും അവിടെ കാണാതെ എല്ലാവരും അടിച്ചു പൊളിച്ച് പോകും. ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാലം മാറ്റിവെച്ച്, പലതും മാറ്റിവെച്ച്, അവർ ജീവിതം മുഴുവൻ മാറ്റിവെച്ച് ഒക്കെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവർ തിരിച്ച് ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ കാണുന്നതാണ്, ഇപ്പം നമ്മൾ ചുറ്റോട്ട് കാണുന്നതാണ്. ഇതിനെ എതിർക്കുന്നവരുണ്ടാവും. ഇതിന് താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഞാൻ തുറന്ന് പറയുകയാണ്, നമ്മളുടെ ജീവിതം നമ്മൾ ആസ്വദിച്ച് ജീവിച്ചിട്ട് ബാക്കിയുള്ളത് നമ്മുടെ മക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ ഇവിടെ ബാക്കി വെച്ചിട്ടേ പോകാൻ പറ്റൂ, എടുത്തിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ കളഞ്ഞിട്ട് നമുക്ക് പോകാം. നല്ലതും മോശം കർമ്മഫലം അതൊരു വലിയൊരു ഘടകമാണ്. അപ്പോൾ നമ്മൾ അധാർമികമായിട്ടൊന്നും ചെയ്യാതെ ധാർമ്മികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഈ മണ്ണ് വിട്ടു പോകാൻ നിർബന്ധിതരാകും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.